പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വരുന്ന ഞായറാഴ്ച പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. അതിന് തൊട്ട് തലേ ദിവസം നമ്മൾ പരിശുദ്ധ കുർബാനയെ അത്രയും സ്നേഹിച്ചിരുന്ന ആ പരിശുദ്ധ കുർബാനയുടെ മഹത്വം കാത്തു സൂക്ഷിക്കാനായി ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും ചിലവഴിച്ചിരുന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മെത്രാനായ വിശുദ്ധ നോർബർട്ടിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. വിശുദ്ധ നോർബർട്ട് വിശുദ്ധ കുർബാനയെ, പരിശുദ്ധ കുർബാനയെ നിരന്തരം ആക്ഷേപിച്ചിരുന്ന മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കെട്ടകാലത്ത് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധൻ. ശരിക്കും അത്രയ്ക്ക് പരിശുദ്ധ കുർബാനയെ ദുഷിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്നൊരു നാട്ടിൽ വിശുദ്ധ കുർബാനയ്ക്കെതിരായി ദൂഷണങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചിരുന്ന മനുഷ്യരുടെ ഇടയിൽ ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ചെന്നിരുന്ന് ദീർഘനേരം ഈശോയോട് സംസാരിക്കുകയും ആ ഒരു സ്നേഹം ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുകയും ചെയ്ത ഒരാൾ. അത്രയ്ക്ക് പരിശുദ്ധ കുർബാനയ്ക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളുണ്ടായിരുന്നു. അവരിൽ ചിലർ തിരുവോസ്തികളൊക്കെ എടുത്ത് മലിന പ്രദേശങ്ങളിൽ കുഴിച്ചിട്ട് അവരുടെ വിദ്വേഷം പ്രകടിപ്പിക്കുക വരെ ചെയ്തിരുന്ന അത്ര പരിശുദ്ധ കുർബാനയ്ക്കെതിരായിട്ട് മനുഷ്യർ പ്രവർത്തിച്ചിട്ടിരുന്ന ഒരു കാലത്തും ഒരു നാട്ടിലും ഈ കുഴിച്ചിട്ട ഓരോ തിരുവോസ്തിയും കണ്ടുപിടിച്ച് അതെടുത്ത് തിരിച്ച് പരിശുദ്ധ കുർബാനയിൽ സക്രാരിയിൽ ആഘോഷപൂർവ്വം ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു വിശുദ്ധൻ. ആലോചിച്ച് നോക്കിയാൽ എന്തൊരു ഭംഗിയാണ് ആ ജീവിതത്തിന്. പരിശുദ്ധ കുർബാനയോട് ഇത്രയും സ്നേഹം, ആ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എവിടെ വേണമെങ്കിലും പോകാനായിട്ട് മലിനപ്രദേശങ്ങളിൽ കുഴിച്ചിട്ടിരുന്നിടത്തേക്ക് ഒരു മടിയും കൂടാതെ കടന്നു ചെന്ന് അവിടെ കിടന്നിരുന്ന എൻ്റെ കർത്താവിൻ്റെ തിരുശരീരം എടുത്ത് തിരിച്ച് ആഘോഷപൂർവ്വം സക്രാരിയിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശമായിട്ടുള്ള, അതിനുശേഷം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള ഹൃദയസ്പർശികമായിട്ടുള്ള പ്രസംഗങ്ങൾ വഴി പാഷണ്ഡികളെ ഒരുപാട് പേരെ അദ്ദേഹം ഇങ്ങനെ ഈശോയിലേക്ക്, ദിവ്യകാരുണ്യ സ്നേഹത്തിലേക്ക് ആനയിക്കുന്നത് കാണാം. ശരിക്കും അതൊരു വഴിയായിരുന്നു. കാരണം ഈ കുഴിച്ചിട്ട മനുഷ്യർ ഇത് തിരിച്ചു കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന സമയത്ത് അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത്, ഇനി എന്താണ് നടപടികൾ ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ആ ദേവാലയത്തിൽ വരുന്നു. ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഈ ഒരു വചനപ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ അവരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. തിരിച്ചു വരാനായിട്ട് അത് അവർക്കൊരു കാരണമാകുന്നു ഈശോയിലേക്ക്. അത് കർത്താവ് തെളിച്ചു കൊടുത്ത വഴിയായിരിക്കാം തീർച്ചയായിട്ടും. വിശുദ്ധ നോർബർട്ടിനെ നമ്മൾ കാണുന്നത് ഒരു അരളയ്ക്ക കയ്യിൽ പിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധനായിട്ടാണ്. അത്രയും പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചൊരു വിശുദ്ധൻ. 53-ാമത്തെ വയസ്സിൽ ആൾ മരിച്ചുപോയി എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം എത്രമാത്രം തീക്ഷ്ണതയോടുകൂടെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഓടി നടന്നിരുന്നു എന്ന്. പക്ഷേ ഇതിന് താൻ യോഗ്യനല്ല എന്ന് കരുതിയിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. 5-ാം പട്ടം സ്വീകരിക്കുമ്പോൾ പോലും അദ്ദേഹം അതിൽ നിന്ന് മാറാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. കാരണം ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ആകർഷണങ്ങളിൽ നിന്ന് വിമുക്തനാകാൻ തനിക്ക് പറ്റുന്നില്ലല്ലോ എന്നോർത്ത് 5-ാം പട്ടം സ്വീകരിക്കുമ്പോൾ പോലും അദ്ദേഹം ഇങ്ങനെ പൗരോഹിത്യം സ്വീകരിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള ചിന്തയിലായിരിക്കുന്ന നേരത്തെ ഒരിക്കൽ കുതിരസവാരിക്കിടെ താഴെ വീഴുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ? സ്വർഗത്തിൽ നിന്നുള്ള സ്വരമുണ്ടാവുന്നുണ്ട്, നീ തിന്മയെല്ലാം ഉപേക്ഷിച്ച് നന്മ ചെയ്യുക, സമാധാനത്തെ പിന്തുടരുക. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങയുടെ തിരുമനസ്? ആന്തരികമായൊരു സ്വരം ശ്രവ്യമായി തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക, സമാധാനത്തെ പിന്തുടരുക. ഒച്ചപ്പാടും ബഹളങ്ങളൊന്നുമില്ല. കണ്ടുമുട്ടുന്നവരോടൊക്കെ ഉള്ളിലിങ്ങനെ ഈശോയെ കൊണ്ട് നടന്നൊരു വിശുദ്ധൻ്റെ സ്നേഹത്തോടു കൂടെയുള്ള സംസാരങ്ങൾ. ഒരിത്തിരി നേരത്തെ സംസാരത്തിന് ശേഷം ഈശോയിലേക്ക് ഒരാളുടെയും കൈയും പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ നടന്നു കയറുന്നത് കാണാൻ പറ്റും. കർത്താവെ, പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തുന്നതിനെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇനി തൊട്ടടുത്ത ദിവസം നമ്മൾ ഈശോയുടെ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. എത്രമാത്രം സ്നേഹമാണ് നമുക്ക് ഈ വിശുദ്ധനിൽ കാണാൻ പറ്റുന്നത്. കർത്താവ് പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഇൻസിനു ജീസസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ഒന്ന് വായിച്ചു നോക്കണമെന്നല്ല, ശരിക്കും അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്. അതിനകത്ത് കർത്താവിൻ്റെ വലിയ സങ്കടം എൻ്റെ അടുത്ത് ആരും വന്നിരിക്കുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് ആരും വന്നിരിക്കുന്നില്ല. വിശുദ്ധ തോമസ് അക്കംബീസ് ക്രിസ്ത്യാനികരണമൊക്കെ എഴുതിയിരിക്കുന്ന ആ മനുഷ്യൻ അതിനകത്ത് ക്രിസ്തുവിനെ അനുകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ ആദ്യത്തെ ചുവടെന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരിക്കുക എന്നുള്ളതാണെന്നൊക്കെ പറയും.
അമ്മ ത്രേസ്യയോട് കർത്താവ് പറയുന്നുണ്ട്, നീ എന്നെ ശരിക്കും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയി ദിവ്യബലി അർപ്പിക്കുക എന്ന് പറയും. ഈശോയെ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയും ഈശോയുടെ പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും ഞങ്ങളിൽ ആഴപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ നോർബർട്ടിനെ കണക്ക് പരിശുദ്ധ കുർബാനയിലെ ഈശോ അനുഭവിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ എന്നെക്കൊണ്ടാവും വിധത്തിൽ അവിടുത്തെ ആരാധിക്കാനും ആ ദിവ്യകാരുണ്യ ഭക്തി വളർത്താനുമൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യും. മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ എല്ലാവരെയും നിർബന്ധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റണേ. മുടങ്ങാതെ ഈശോയെ ചെന്ന് പരിശുദ്ധ കുർബാനയിൽ കൈക്കൊള്ളുക. എന്തൊക്കെ വലിയ കാര്യങ്ങളുണ്ടെങ്കിലും പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങയോടുള്ള സ്നേഹം ഞങ്ങളിൽ വളർത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ആശീർവാദത്തിനായി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ നോർബർട്ടിനെ കണക്ക് ഈ ദിവ്യകാരുണ്യ ഈശോയൊന്ന് നോക്കി, ആ സ്നേഹത്തോടുകൂടെ, ഈ സ്നേഹത്തോടുകൂടെയുള്ള നോട്ടത്തോടുകൂടെ നമുക്ക് ഉറങ്ങാൻ പോകണം. വിശുദ്ധ നോർബർട്ട് എത്ര മാത്രം ഈശോയെ സ്നേഹിച്ചിരുന്നു, അത്രയും ഹൃദയം ജ്വലിച്ചുകൊണ്ട് എൻ്റെ കർത്താവിനെ നോക്കി നമുക്ക് ഈ ദിവസം അവസാനിപ്പിക്കാം. ദിവ്യകാരുണ്യനാഥൻ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.